BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പുളിക്കകണ്ടം കുടുംബത്തിലെ സ്വതന്ത്ര അംഗങ്ങൾ പിടിവാശി തുടരുന്നതോടെ പാലാ നഗരസഭാ ഭരണം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ UDF-ൽ അനിശ്ചിതത്വം തുടരുന്നു. 3 വർഷം ചെയർപേഴ്സൺ പദവിയും അതേ കാലയളവിൽ തന്നെ വൈസ് ചെയർമാൻ പദവിയുമാണ് സ്വതന്ത്രരുടെ ആവശ്യം. എന്നാൽ ആദ്യ 2 വർഷം ചെയർപേഴ്സൺ പദവി നൽകാൻ കോൺഗ്രസ് ഒരുക്കമാണ്. പക്ഷേ വൈസ് ചെയർമാൻ പദവി അവസാന 3 വർഷത്തേക്ക് നൽകാമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. ഇത് സ്വതന്ത്രർക്ക് സ്വീകാര്യമല്ല. അത്തരത്തിൽ സ്വതന്ത്രർ ആവശ്യപ്പെടുന്ന മുഴുവൻ പദവികളും തുടക്കത്തിൽ തന്നെ അവർക്ക് നൽകിയാൽ പിന്നീടുള്ള കാലാവധിയിൽ കോൺഗ്രസിന് പദവികൾ ലഭിക്കുന്ന കാര്യത്തിൽ ഗ്യാരണ്ടിയില്ല. 3 പേരുടെയും പിന്തുണ കൂടാതെ മുന്നണികൾക്ക് ഭരണം നേടാൻ സാധിക്കില്ല എന്ന അവസ്ഥയാണ് നിലവിൽ പാലാ നഗരസഭയിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ബിനു പുളിക്കകണ്ടവും സഹോദരൻ ബിജു പുളിക്കകണ്ടവും ബിനുവിന്റെ മകൾ ദിയയും ചേർന്ന് ജനസഭയിൽ വോട്ടർമാരുമായി ചർച്ച വിളിച്ചത്. ഈ ചർച്ചയ്ക്കിടെയാണ് UDF-നെ പിന്തുണയ്ക്കാമെന്ന് ഭൂരിപക്ഷം ആളുകൾ ധാരണയിലെത്തിയതും. വോട്ടർമാരുടെ ആവശ്യങ്ങൾ പേപ്പറിൽ എഴുതി വാങ്ങുകയും ചെയ്തിരുന്നു. ആളുകൾ എഴുതി നൽകിയ അഭിപ്രായം ബിജു മൈക്കിൽ വായിക്കുകയായിരുന്നു. UDF-നെ പിന്തുണയ്ക്കണമെന്ന ധാരണയിലേക്ക് എത്തിയെങ്കിലും ചില ഉപാധികൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രധാനമായും മകൾ ദിയയ്ക്ക് ആദ്യത്തെ 2.5 വർഷം ചെയർപേഴ്സൺ സ്ഥാനം നൽകണമെന്നും ഇവർ ആവശ്യം മുന്നോട്ട് വച്ചു. ഇത് തങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്നും ബിനു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് UDF നേതൃത്വവുമായി ചർച്ച നടത്തുമെന്നും അവർ അറിയിച്ചു. നേരത്തെ UDF ഇവർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചിരുന്നു. മാത്രമല്ല, 4ാമത്തെ സ്വതന്ത്രയായ മായ രാഹുലും 1 വർഷം ചെയർപേഴ്സൺ പദവി ആവശ്യപ്പെടുന്നുണ്ട്. UDF-ഉം ഈ 4 സ്വതന്ത്രരും ചേർന്നാൽ മാത്രമേ UDF-ന് കേവല ഭൂരിപക്ഷം ലഭിക്കുകയുള്ളൂ. അതിനാൽ തന്നെ മായ രാഹുലിന്റെ ആവശ്യവും പരിഗണിക്കപ്പെടാതെ തരമില്ല. തന്നെയുമല്ല, 26 അംഗ നഗരസഭയിൽ 12 അംഗങ്ങളുള്ള LDF-ന് 2 അംഗങ്ങളുടെ മാത്രം ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണം നടത്താം. മായ മാത്രം പിന്തുണച്ചാൽ കക്ഷിനില ഒപ്പത്തിനൊപ്പമാകും. അത് മറ്റൊരു പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക. UDF-ന് 10 അംഗങ്ങളും UDF പിന്തുണയോടെ മത്സരിച്ച പുളിക്കകണ്ടം സ്വതന്ത്രർക്ക് 3 അംഗങ്ങളുമാണുള്ളത്. അതിനാൽ തന്നെ UDF-നെ പിന്തുണയ്ക്കാനുള്ള ധാർമ്മികത അവർക്കുമുണ്ട്. അതേസമയം കോൺഗ്രസ് റിബലായി മത്സരിച്ച മായ രാഹുൽ ഒറ്റയ്ക്ക് പൊരുതിയാണ് വിജയം കരസ്ഥമാക്കിയത്. അതുകൊണ്ട് മായയ്ക്ക് ഏത് നിലപാടും സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല. പാലായിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാവ് പ്രൊഫസർ സതീഷ് ചെള്ളാനിയെയാണ് മായ പരാജയപ്പെടുത്തിയത്. ചുരുക്കത്തിൽ UDF-ഉം സ്വതന്ത്രരും ചേർന്നാലും മായയുടെ പിന്തുണ ലഭിച്ചാലേ UDF-ന് ഭരണം കിട്ടുകയുള്ളൂ. പക്ഷേ മറ്റ് സ്വതന്ത്രരുടെ നിലപാടാണ് നിർണായകം. കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം പാലാ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാരുമായി നടത്തിയ ചർച്ചയിലും ധാരണയായില്ല. കോൺഗ്രസിൽ അഭിമാനം പണയം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിനും തയ്യാറല്ല എന്നാണ് കൗൺസിലർമാരുടെ നിലപാട്. എന്നാൽ വിട്ടുവീഴ്ച ആകാമെന്നതാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. അതിനോട് കൗൺസിലർമാർക്ക് യോജിപ്പില്ല. അതേസമയം ഇനി കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ ഭരണ പ്രതിസന്ധി ഒഴിവാക്കാൻ കോൺഗ്രസിനെ നഗരസഭയിൽ പിന്തുണയ്ക്കുന്നത് കേരള കോൺഗ്രസ് എം ആലോചിച്ചേക്കുമെന്നുമാണ് സൂചന. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.